ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്, നാടിന് നല്ല ഹൃദയം. നമസ്കാരം. രാജ്യത്തെ ആദ്യത്തെ യോഗാ ഗ്രാമമായ കുന്നന്താനം പഞ്ചായത്തിൽ പ്രായത്തെയും മറന്ന ഒരു പറ്റം അമ്മമാരുടെ യോഗാഭ്യാസം. കഴിഞ്ഞ 9 വർഷമായി യോഗ അഭ്യസിക്കുന്നവരാണ് ഇതിൽ അധികം പേരും. പുരാതന ഭാരതീയ സമ്പ്രദായമായ യോഗ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുമിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നായ കാരണം ഭാരതീയ സംസ്കാരത്തിൽ യോഗയ്ക്ക് പ്രഥമമായ സ്ഥാനമാണുള്ളത്. ഒപ്പം കുന്നന്താനം ഗ്രാമപഞ്ചായത്തിനും. രാജ്യത്തെ തന്നെ ആദ്യത്തെ യോഗാ ഗ്രാമമായ കുന്നന്താനത്ത് യോഗയുടെ പ്രശസ്തി വലുതാണ്. ഇപ്പോഴും ഇവിടെ യോഗ ഒരു നിത്യ അഭ്യാസമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ശരീരവും മനസ്സും ഒന്നാകുന്ന യോഗ കുന്നന്താനത്തിന്റെ ജീവവായുവായി നിലനിൽക്കുകയാണ്. 2016 കുന്നന്താന ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച യോഗയെ രാജ്യത്തെ ആയുഷ് വകുപ്പ് അംഗീകരിക്കുകയും 2017 കുന്നന്താനം ഗ്രാമത്തെ യോഗ ഗ്രാമമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടെ കുന്നന്താനത്തെ യോഗയെ രാജ്യം അറിയപ്പെട്ടു തുടങ്ങി. കുന്നന്താനം ആയുർവേദ ഡിസ്പെൻസറി 2013 മുതൽ 2023 മുതൽ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്റർ ആവുകയും അതിനോട് ചേർന്ന് ഒരു യോഗ ഇൻസ്ട്രക്ടറെ നിയമിക്കുകയും ചെയ്തു. അന്ന് മുതൽ നമ്മളിവിടെ എല്ലാവർക്കും, അതായത് പറ്റുന്ന പോലെ യോഗ ക്ലബ്ബുകൾ വഴിയും അല്ലാതെ സ്ഥാപനം വഴിയും യോഗ അഭ്യസിച്ച് വരുന്നു. ആരോഗ്യ പരിപാലനത്തിനും കൂടാതെ രോഗങ്ങൾക്കനുസരിച്ച് തെറാപ്യൂട്ടിക് യോഗ സ്ഥാപനത്തിൽ വെച്ച് നടന്നു വരികയാണ്. അപ്പോൾ ഇന്നിപ്പോൾ 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനവുമായി അനുബന്ധിച്ചുള്ള യോഗാ ദിന ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ 2 വർഷം കൊണ്ട് വളരെ നല്ലൊരു യോഗ ടീം തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ എല്ലാ ദിവസവും രാവിലെ 9:30 തൊട്ട് 11 മണി വരെ എല്ലാ ദിവസവും യോഗ ഇൻസ്ട്രക്ടർ വീണയുടെ കീഴിൽ യോഗ പരിശീലിച്ച് വരുന്നു. ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടായിരുന്നു. ഇവരൊക്കെ പല രീതിയിലും അസുഖത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നവരാണ്. എന്നാൽ ഇപ്പോൾ അവരെല്ലാം പൂർണ്ണമായിട്ടും ആരോഗ്യവതികളാണ്. അവർ ഇപ്പോൾ എന്താ പറയുക, അവരുടെ ജീവിതശൈലി രോഗങ്ങളാണെങ്കിലും മറ്റ് സന്ധി വാദങ്ങൾ, അങ്ങനെ മാംസവും സന്ധിക്കും ബന്ധപ്പെട്ട വേദനകൾ, അങ്ങനെയുള്ള എല്ലാം വളരെയധികം കുറയുകയും വളരെ എന്താ പറയുന്നത്, മാനസികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യവതികളായി മാറുകയാണ് ഉണ്ടായത്. MG ദിലീപ് എന്ന യോഗാചാര്യനാണ് കുന്നന്താനത്തിന്റെ മണ്ണിൽ യോഗയുടെ ചുവടുറപ്പിച്ചത്. അതിന് നേതൃത്വം നൽകിയത് രാഷ്ട്രീയവും ആരോഗ്യ പരിപാലനവും ഒന്നുപോലെ കൊണ്ടു നടക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK രാധാകൃഷ്ണക്കുറുപ്പാണ്. രാധാകൃഷ്ണക്കുറുപ്പ് ഇപ്പോൾ പ്രസിഡന്റ് അല്ലെങ്കിലും 9 വർഷമായി ഇവിടെ ഇടവിടാതെ യോഗ പരിശീലനം നടന്നു വരികയാണ്. ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അമ്പലമുറ്റത്തും പള്ളി ഓഡിറ്റോറിയത്തിലും യോഗാഭ്യാസത്തിന്റെ വേദികളായി മാറി. കുന്നന്താനത്തെ 15 വാർഡുകളിലെ ഭൂരിപക്ഷം വീടുകളിലും യോഗ അഭ്യസിക്കാത്തവരായി ആരുമുണ്ടാകില്ല. യോഗയിൽ ശ്വാസോച്ഛ്വാസം, ധ്യാനം, ലളിതമായ ആസനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. യോഗ പരിശീലിക്കുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതുകൂടാതെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഇതോടൊപ്പം ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ആത്മീയ വളർച്ചയുണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യും. യോഗാ ദിനത്തിന്റെ ഭാഗമായി കുന്നന്താനം ഗ്രാമപഞ്ചായത്തിന്റെയും ആയുർവേദ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മുതിർന്നവരുടെ യോഗ ഡാൻസ് നടത്തി. നിരവധി പേർ യോഗയിൽ പങ്കാളികളായി. ഇതിന്റെ ഉദ്ഘാടനം മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം KK രാധാകൃഷ്ണക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അഞ്ജന യോഗയുടെ ഗുണങ്ങൾ വിശദമാക്കി. യോഗ ഇൻസ്ട്രക്ടർ വീണ VP, ഗുരുപ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കുന്നന്താനം.